നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് മുമ്പ് ധാരാളം കണ്ടിരുന്ന ഒരു സാധനമാണ് മഷ്റൂം അല്ലെങ്കിൽ കൂൺ. ഇപ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് കാണാറില്ല. നമ്മളിപ്പോൾ പലപ്പോഴും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഈ കൂൺ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും. കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. 250 ഗ്രാം മഷ്റൂം യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ ബോക്സ് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് 250 ഗ്രാമിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഈ കൂണെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ ഞാനിത് ആ കൂണിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെറിയ പീസാക്കണം നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലും തിക്നെസ് കുറച്ചിട്ട് ആരും കട്ട് ചെയ്യേണ്ട കേട്ടോ. കാരണം ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാണ്ടാണ്, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്ടാണ്. അപ്പോൾ ഇതിലും കട്ടി കുറഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. ചിലപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോഴേക്ക് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ചിലർ കറക്റ്റ് പകുതി കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയാകുമ്പോൾ മസാലയുടെ ടേസ്റ്റൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാണ്ട് ഇത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുക്കുക. മൈദയും കോൺഫ്ലവറുമാണ് മെയിനായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഇടുക. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്രയും ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആദ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിന് നല്ലൊരു ബാറ്ററാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഇങ്ങനെ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ലൂസായി പോകും കൺസിസ്റ്റൻസി. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു തിക്കായ ബാറ്ററാക്കിയിട്ട് മാറ്റിയെടുക്കണം ഇതിനെ. പിന്നെ നമ്മളിപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം വെക്കില്ലേ, അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ എടുത്ത് വെക്കില്ലേ. ഈ മഷ്റൂം നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നമ്മളിപ്പോൾ എത്ര സമയം എടുത്ത് വെച്ചാലും ആദ്യമേ ഈ മസാലയൊക്കെ പിടിക്കുന്നതിനൊരു കണക്കുണ്ട്. അതിന് മാത്രം മസാലയൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാകം, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ നിർത്തുക. ഇതിലും ലൂസായാൽ ഒട്ടും ഇതിമ പിടിക്കില്ല, കൂണുമ്പോൾ ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്യാണ്ട് ഈ ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി മഷ്റൂം ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലാ കൂണിൻ്റെ എല്ലാ പീസിലേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്യാനും എടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ പീസസ് വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വലിയ പീസാക്കി കഴിഞ്ഞാൽ ഈ മസാലയുടെ ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യില്ല. എന്നാൽ ചെറിയ പീസാണെങ്കിലും ഒന്നും കൂടെ ആ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ തിക്നെസ് കുറവായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഫീൽ ചെയ്യും. അതാണ് ഞാൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഇനി പിന്നെ ഇത് വേവാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. കാരണം കൂൺ അങ്ങനെ ഒരുപാട് വേവുള്ളൊരു സാധനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊന്ന് ഇട്ടിട്ട് പിന്നെ ഇത് ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ഒന്നിച്ചിടരുത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടി പിടിക്കും. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചും നമുക്ക് ഇളക്കാനൊരു ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ചട്ടിയിൽ ഇടുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓരോ ബാച്ചിലായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് ഫ്രൈ ആവാൻ. അപ്പോൾ ഈ ഒരു കളറ്, ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇതിനെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ ആവും, ഒരുപാട് സമയമൊന്നും പിടിക്കില്ല.
ഇനി ഞാൻ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഫുള്ള് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി നല്ല കുറയും കേട്ടോ. ആദ്യം നമ്മൾ കാണുന്ന അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ചെറുതാവും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കുറേ പോകും, അങ്ങനെ അതിൻ്റെ സൈസ് ചെറുതാകും, ക്വാണ്ടിറ്റി കുറയും. ഇനി നമുക്കിതിലേക്കുണ്ട് സോസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തത് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് അതിനെ ഹാഫ് പോർഷൻ ആക്കിയ ശേഷം അതിൽ പകുതി ഭാഗം ഞാൻ ഇതുപോലെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തു. ബാക്കിയുള്ള പകുതി ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. ചില്ലി മഷ്റൂമാണ്, അതുകൊണ്ട് മുളക് എന്തായാലും വേണം. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള സോസുകളെല്ലാം കൂടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തു. പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു സോയാ സോസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓൾ പർപ്പസ് സോയാ സോസാണ്. അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഇത്രയും വേണ്ട. പിന്നെ നമുക്ക് ഹോട്ട് ചില്ലി സോസ് വേണം. അപ്പോൾ ഹോട്ട് സോസും ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഓരോന്ന് വീതം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. ഈ ഒരു ഒറ്റ പാത്രത്തിൻ്റെ സോസ് മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളാവും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായ ശേഷം നമ്മൾ നേരത്തെ ഈ മഷ്റൂം ഫ്രൈ ചെയ്തില്ലേ, അതിൽ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതിട്ടതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിയായി അരിഞ്ഞ് വെച്ച ആ സവാള ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ കാരണം നമ്മൾ മറ്റേ ക്യൂബായിട്ട് കട്ട് ചെയ്തില്ലേ സവാള, അത് നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിടുന്നത്. പക്ഷേ ഇത് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, സോയ സോസിലൊക്കെ ഉപ്പുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര എന്തായാലും ചേർക്കണം കേട്ടോ. പഞ്ചസാര ചേർത്താലേ ഇങ്ങനത്തെ ഡിഷസിലൊക്കെ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാര ചേർക്കാൻ മടി കാണിക്കണ്ട. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് എരിവുണ്ടതല്ല ഉണ്ടാക്കുന്നത്. കാരണം മോനൊക്കെ ഉണ്ടതുകൊണ്ട് അവർക്കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് എരിവ് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നല്ല എരിവ് ആണ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 5 6 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമുക്കിനി സോസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോസുകൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മളിപ്പോൾ ഇതിന് പകരം ഓരോ സോസ് വീതം ഇങ്ങനെ എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ പ്രശ്നം എന്താ അറിയോ, നമ്മൾ ചിലപ്പോൾ ഈ ടൊമാറ്റോ സോസൊക്കെ അതിൻ്റെ ബോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതിങ്ങോട്ട് പോന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഈ ചട്ടിയിലുള്ള സാധനം കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ആദ്യം മിക്സ് ചെയ്ത് വെക്കണേ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, കരിഞ്ഞു പോകുന്നുണ്ട് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഇനി ഈ സോസ് ഇതിലേക്ക് ഇടുന്നിട്ട് അതിൻ്റെ പച്ചമണം നല്ലോണം ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക്. അത് നമുക്കിപ്പോൾ ഏത് രീതിയിലാണ് വേണ്ടത്, നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അല്ല ഒന്നുകൂടി ഡ്രൈ ആയിട്ടാണെങ്കിൽ കുറച്ച് കുറവ് വെള്ളം ഒഴിക്കാം. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഇതിൻ്റെ ഈ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലോണം ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഇതിങ്ങനെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് ഒരല്പം പച്ചവെള്ളത്തിൽ കലക്കി വെക്കാം, മിക്സ് ചെയ്ത് വെക്കാം. തണുത്ത വെള്ളത്തിൽ വേണ്ട കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒന്ന് തിക്കായി വരാനാണ്, ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാൻ പറ്റും കോൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം ആ കോൺഫ്ലവറിൻ്റെ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് നല്ലോണം തിളച്ച് വന്ന ശേഷം നമുക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കൂണില്ലേ, ആ കൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂണിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂണിട്ട് ഇതിൽ നല്ലോണം മിക്സ് ചെയ്യുക. കൂണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ സോസ് എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ, ക്യൂബ് സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. കാരണം ഈ ഒരു സ്റ്റേജിലിട്ടാൽ അത് ഒരുപാടങ്ങ് വെന്ത് പോവില്ല, അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് നിൽക്കും. ഒരുപാട് വേവാതെ ഒരു മീഡിയം, ഒരു പകുതി വേവായിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ, അതായത് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും, ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക, സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് ഈ സോസൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുകയും ചെയ്യും, ഈ സവാളയും ക്യാപ്സിക്കൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇതാ നമ്മുടെ ചില്ലി മഷ്റൂം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് ഒന്നുകൂടെ ഇത് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടല്ല, കുറച്ചൊരു ഗ്രേവി മോഡലാണ് എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, കുറച്ചൊരു ഗ്രേവി ആയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ചില്ലി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് ഉള്ളവർക്ക് തന്നെ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. മഷ്റൂം അങ്ങനെ പൊതുവേ എന്താ പറയുക, അതിന് യുണീക്കായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് സാധനമല്ല മഷ്റൂം. നമ്മൾ എന്തൊക്കെയാണോ അതിൽ ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഈ സോസുകളും ഇതെല്ലാം ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂണ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.